മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ കയറ്റി അമൃത്സറിലെ വിമാനത്താവളത്തിൽ അമേരിക്ക ഇറക്കിയ സംഭവം. ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നിർദ്ദേശം നൽകിയതനുസരിച്ചാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അവരുടെ കൈകളിൽ കയ്യാമം വെച്ചിരുന്നു, കാലുകളിൽ വിലങ്ങണിയിച്ചിരുന്നു. കൊടും ക്രൂരന്മാരെ പോലെ ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചതിനെതിരെ പാർലമെൻറ്റിൽ പോലും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. ഇന്ത്യയിൽ ഒട്ടനവധി വിമർശനങ്ങൾ ഇതിൻ്റെ പേരിൽ മോദിക്കു നേരെ ഉയർന്നു. ഇപ്പോഴിതാ മോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കാണാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അമേരിക്കയിലേക്ക് പുറപ്പെടുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ എന്തിനാണ് ഇനിയും അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യം. അമേരിക്ക ഇന്ത്യയോട് മാത്രമല്ല മറ്റ് കൊളംബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ചെയ്തതും ഇതേ നയപരിപാടി തന്നെയായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഒരുവിധ വിട്ടുവീഴ്ചയുമില്ല എന്ന് ട്രംപ് തുടർച്ചയായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ എലിയൻസ് ആയിട്ടാണ് കാണുന്നത്, അന്യഗ്രഹ ജീവികളായിട്ട്. അവരെ അമേരിക്കയ്ക്ക് ആവശ്യമില്ല. അമേരിക്കയിൽ ദുരന്തം വിതയ്ക്കാനെത്തിയ ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെ തങ്ങൾ ക്രിമിനലുകളെ പോലെ നേരിടും എന്ന് തുടർച്ചയായി പറയുന്നു. അവർക്ക് വേണ്ടി ഗോണ്ടനോമ അടക്കമുള്ള തടവറകൾ സജ്ജമാക്കുന്നു. അമേരിക്കയിൽ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്ന തടവറകളുടെ ചില ചിത്രങ്ങൾ പോലും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ഇത് കൃത്യമായ ഒരു സന്ദേശം നൽകലാണോ? അമേരിക്ക ലോകത്തോട് ചെയ്യുന്നത് കൊടും ക്രൂരതയാണോ? എന്താണ് അങ്ങയുടെ ഒരു വീക്ഷണം? 21ാം നൂറ്റാണ്ടിൻ്റെ 3ാം ദശകം കുടിയൊഴിപ്പിക്കലിൻ്റെ ദശകമാകാനാണ് സാധ്യത. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് വലിയ തോതിലുള്ള സ്വാഭാവികവും അസ്വാഭാവികവുമായ കുടിയേറ്റത്തിൻ്റെ സമാഹാരമാണ് ആഗോളവൽക്കരണം. അങ്ങനെ അതിർത്തികൾ നേർത്തു വരുന്നു, അതിർത്തികളില്ലാതെയായി മാറുന്നു. ഇവിടെ രാഷ്ട്രങ്ങൾ അണയാൻ പോകുന്നതിന് മുൻപുള്ള ആളിക്കത്തൽ എന്ന നിലയിൽ ഒരു ശുദ്ധീകരണ പ്രയത്നം എന്ന രീതിയിലാണ് കുടി ഒഴിപ്പിക്കലുകൾ, എവിക്ഷൻ അല്ലെങ്കിൽ കുടിയിറക്കം സംഭവിക്കുന്നത്. അത് കുടിയേറ്റത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട അമേരിക്ക ഇപ്പോൾ കുടി ഒഴിപ്പിക്കലിൻ്റെ ഒരു സർക്കിൾ മുഴുവൻ കഴിഞ്ഞു. ഇപ്പോൾ കുടി ഒഴിപ്പിക്കലിൻ്റെ രീതികളിലാണ്. അവിടെ അമേരിക്കയെ വലുതാക്കിയെടുത്ത കുടിയേറ്റക്കാർ അത് വെള്ളക്കാരായ കുടിയേറ്റക്കാരാണ്. ധിഷണാശക്തി കൊണ്ട്, വൈഭവം കൊണ്ട് അവർ തന്ത്രപരമായി മറ്റൊരു വംശീയ വിഭാഗത്തെ ഡോമിനേറ്റ് ചെയ്ത് അവർ അമേരിക്ക തങ്ങളുടേതാക്കി മാറ്റിയെടുത്ത ഒരു 15, 16, 17 നൂറ്റാണ്ടുകൾ. അതിനുശേഷം 17, 18, 19 നൂറ്റാണ്ടുകളിൽ വലിയ തോതിൽ അവർ കറുത്ത വർഗ്ഗക്കാരെ അമേരിക്കയിൽ കൊണ്ടുവരികയും അങ്ങനെ കായിക അധ്വാനത്തിലൂടെ അമേരിക്കയുടെ ഇൻഫ്രാസ്ട്രക്ചർ പവർ ബേസും കെട്ടിപ്പടുക്കുകയും ചെയ്തു. 3ാം വേവിലെ കുടിയേറ്റക്കാരെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അത് ഇന്ത്യൻ വംശജരാണ്. അവർ പലപ്പോഴും ഈ അടുത്ത കാലത്തൊക്കെ കുടിയേറിയ ആളുകൾ ഹൈലി പ്രൊഫഷണൽ ക്രെഡൻഷ്യൽസ് ഉള്ള ആളുകളാണ്. ടെക്നോക്രാറ്റുകളും ഇന്ത്യയിലെ IITs, IIMs ഒക്കെ പഠിച്ചു വന്ന ആളുകളാണ്. അവർ കുടിയേറുന്നതിനെക്കുറിച്ച് ട്രംപിന് യാതൊരു ബുദ്ധിമുട്ടും മനപ്രയാസവും ഉണ്ടായെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതല്ലാതെ എത്തിപ്പെടുന്ന ചില വിത്തിൻ കോഡ്സ് ക്രിമികീടങ്ങളുണ്ട്. അവർ അമേരിക്കയുടെ സ്വൈര്യ ജീവിതം നശിപ്പിക്കുന്ന, അമേരിക്കയിൽ മാത്രമല്ല ഇപ്പോൾ ഈ പ്രതിഭാസം കാണുന്നത്. ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് വ്യാപകമായ കുടിയിറക്കമുണ്ടാകും. എന്തിനേറെ കൃത്യമായ വിസ സംവിധാനങ്ങളില്ലാതെ UAE തുടരുന്നവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നു. അവർക്കുള്ളൊരു പൊതുമാപ്പ് കഴിഞ്ഞ സെപ്റ്റംബറിൽ UAE സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അത് ഡിസംബർ 31 വരെ, 2024 ഡിസംബർ 31 വരെ പൊതുമാപ്പിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുകയും ചെയ്തു. ആദ്യം നവംബർ 30 പൊതുമാപ്പിനുള്ള കാലാവധി വെച്ച്, പിന്നീട് അത് ഡിസംബർ 31 വരെ നീട്ടിക്കൊടുത്തു. പക്ഷെ അതിനുശേഷം അനധികൃത താമസക്കാരെ കണ്ടെത്തി അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളുകയാണ് UAE. അനധികൃത താമസക്കാരെ ഉപയോഗിച്ച് ആരെങ്കിലും അവരുടെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ 10 ലക്ഷം ദിർഹമാണ് ഇപ്പോൾ ഫൈനിടുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടിയാൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ മാത്രമല്ല വലിയ തുക ഫൈനും അടിച്ചു കൊടുക്കുന്നു. അവരെ പിടിച്ച് ജയിലിലിടുന്നു. അപ്പോൾ ബ്രിട്ടനിൽ ഇത്തരം കാലാവസ്ഥ നമ്മൾ കാണുന്നു. കാനഡയിലേക്കുള്ള ഇമിഗ്രേഷൻ വലിയ തോതിൽ അവർ കുറച്ചു കൊണ്ടുവരുന്നു. മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഈ കുടിയിറക്കിനേക്കാൾ ശക്തമായ ഇമിഗ്രേഷൻ പോളിസികളിൽ വലിയ മാറ്റം വരുത്തുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ലോകത്തിൽ കുടിയേറ്റം എന്നുള്ളൊരു പ്രതിഭാസം അത് നിന്നു പോകുന്നൊരു കാഴ്ചയാണോ? താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ലോകത്താകമാനമുണ്ടായ ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് എന്ന് കരുതാവുന്നൊരു ചിന്ത അത് ഇന്ത്യയിലുമുണ്ട്.
ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ ബെനിഫിറ്റാണ് സാംസ്കാരിക ദേശീയത, ഇന്ത്യയുടെ ഒരു ചരിത്രപരമായ ഒരു വലിപ്പം, ഇതെല്ലാം തന്നെ ദ്യോതിപ്പിച്ചുകൊണ്ട് അതത് രാജ്യത്തെ വളരെ വലിയ ഒരു പെഡസ്റ്റൽ നിർത്താനുള്ള ഒരു ശ്രമം, അത് സ്വാഗതാർഹമായ കാര്യവുമാണ്. അമേരിക്കയിൽ അത് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബ്രിട്ടനിൽ ചില കക്ഷികൾ ചെയ്തു. പക്ഷേ അതിൻ്റെ പോരായ്മയിൽ നിന്നുകൊണ്ടാണ് കെയർ സ്റ്റാമർ അധികാരത്തിൽ എത്തിയതും. അത് പോരായ്മകളാണ്. ജർമ്മനിയിൽ ഒരു നവനാസി പ്രസ്ഥാനം വളർന്നു വരുന്നു. ഫ്രാൻസിൽ ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് ഉണ്ടാകുന്ന ഒരു വക്ക് വരെ എത്തി. ലോകത്താകമാനമുള്ള റൈറ്റ് വിങ് റാഡിക്കലുകളുടെ ഒരു ചിന്തയാണ് വംശീയമായ ചില വിഭാഗങ്ങൾ മതി ആ രാജ്യത്തെ. അതുമാത്രമല്ല അവിടുത്തെ ഒരു ഓർഡർ കംപ്ലീറ്റ്ലി ഡീറെയിൽ ചെയ്യുന്ന രീതിയിൽ കുടിയേറ്റങ്ങൾ നിരുത്സാഹപ്പെടുത്തണം. എന്നാൽ വളരെ മികച്ചവർ വരുന്നത് ദേ ആർ വെൽക്കം ഓൾസോ. ഈ ചിന്താഗതി ഒരു പ്രാക്ടിക്കൽ ചിന്താഗതിയാണ്. ആ ചിന്താഗതിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നും വലിയ തോതിൽ കുടിയിറക്കത്തിൻ്റെ കാഹളം ഉയരുന്നു. 800ഓളം ഇന്ത്യക്കാരെ ഉടനടി ഡിപ്പോർട്ട് ചെയ്യുന്നു. 80 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ ഉടനെ തന്നെയുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടുണ്ട്. 18,000 പേരെയാണ് കെയർ സ്റ്റാമർ അധികാരത്തിൽ വന്നതിന് ശേഷം, വലിയ നമ്പറാണ്, 18,000 19,000 അതിനിടയിലുള്ളൊരു നമ്പറാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വലിയ നമ്പറാണ്. അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കുടിയിറക്കം ഒരു പക്ഷേ ഒരു പോളിസിയുടെ ഭാഗമാക്കും. അവർ കുടിയേറ്റം, പ്രത്യേകിച്ച് സിറിയൻ കുടിയേറ്റം, കഴിഞ്ഞ ഒരു 10 നൂറ്റാണ്ട് മുൻപ് നടന്ന മധ്യപൗരസ്യ പ്രദേശത്ത് നിന്ന് സിറിയൻ റെഫ്യൂജീസ് വലിയ തോതിൽ യൂറോപ്പിലേക്ക് കുടിയേറിയതുകൊണ്ടാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൻ്റെ ഒരു സമ്മർദ്ദം അനുഭവിക്കാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് ബ്രെക്സിറ്റ്, എക്സിറ്റ് ഓഫ് ബ്രിട്ടൻ ഫ്രോം യൂറോപ്യൻ യൂണിയൻ. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് ബാധ്യതയായ രീതിയിൽ മാറുന്നു. അതുമാത്രമല്ല അവിടുത്തെ ഒരു ഡെമോഗ്രാഫിക് കമ്പോസിഷൻ മാറിപ്പോകുന്നു. വംശീയമായ ഒരു വ്യത്യാസം അവിടെ വളരെ പ്രകടമാകുന്നു. ഘടനകൾ പോലും മാറി മറിയുന്നു. അപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വലിയ മുസ്ലിം സ്വാധീന മേഖലയായി മാറുന്നു അതാണ്. അതെല്ലാം ഒരു ഭയപ്പാടോടുകൂടി തന്നെയാണ്. വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും ക്രിസ്ത്യൻ വേൾഡ് ഒരു ഭയപ്പാടോടുകൂടിയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് നേരിട്ട് ആ വിഷയം അഡ്രസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ കുറച്ചുകൂടി റൗണ്ട് അബൌട്ട് മെത്തേഡിൽ വ്യാപകമായ കുടിയിറക്കം എന്ന രീതിയിൽ വരികയും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ പുറത്താക്കുന്നത് വഴി ഒരു ഫിയർ സൈക്കോസിസ് ലോകത്താകമാനം ജനറേറ്റ് ചെയ്യപ്പെടുകയും കുടിയേറാൻ വെമ്പുന്ന മനസ്സുകളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമുക്ക് ഇതിനെ വെറും ഒരു ഫിയർ സൈക്കോസിസ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ തലത്തിൽ കാണാൻ പറ്റുമോ? മറ്റു ചില കാരണങ്ങൾ, ഒന്ന് ഐസിസിനെയും അൽഖ്വയ്ദയും ഒക്കെ ലോകത്ത് വേരുപിടിച്ച സമയത്ത് അന്ന് അറബ് രാജ്യങ്ങളൊക്കെ ഇത്തരം ഭീകര സംഘടനകൾക്കെതിരെ ശക്തമായി നിലകൊണ്ടിരുന്നു. എന്നാൽ ഇസ്രയേൽ ഹമാസിനെതിരെ യുദ്ധം തുടങ്ങിയ ആ നിമിഷം മുതൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ബ്രിട്ടനിലും നെതർലൻഡ്സിലും ജർമ്മനിയിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ വലിയ പലസ്തീൻ അനുകൂല റാലികൾ, പലസ്തീൻ അനുകൂലമെന്ന പ്ലക്കാർഡുകൾ ഉയർത്തുമ്പോഴും അവർ ഹമാസിന് വേണ്ടിയാണ് ജയ് വിളിച്ചത്. അപ്പോൾ പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഈ പ്ലക്കാർഡുകളിൽ ഭയന്നു, ഈ പ്രതിഷേധങ്ങളിൽ വിരണ്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്ന് പലസ്തീന് വേണ്ടി എന്ന പേരിൽ ഹമാസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരെ ഞങ്ങൾ തേടിപ്പിടിച്ച് രാജ്യത്ത് നിന്ന് നാടുകടത്തുമെന്നാണ്. കാനഡയും സമാനമായ ഒരുപിടി സാഹചര്യങ്ങൾ അനുഭവിച്ചു. ഏറെ സുരക്ഷിതം, ഏറെ സഹവർത്തിത്വമുള്ള രാജ്യമെന്നറിയപ്പെട്ടിരുന്ന നെതർലൻഡ്സ് പോലും ഇത്തരം ചില നീക്കങ്ങളിൽ ഭയപ്പെട്ടിരുന്നു. പല മേഖലകളിലും കുടിയേറ്റക്കാർ അനധികൃതമായി മറ്റുള്ളവരെ അവരുടെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ ജനസംഖ്യ പെറ്റുപെരുകി വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ തദ്ദേശീയരെ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തി. പല രാജ്യങ്ങളിലും വന്ന ഒരു ഡെമോഗ്രഫിയിൽ വന്ന ഷിഫ്റ്റുകൾ അതും അവർക്ക് ഭയപ്പാടുണ്ടാക്കി. ഇത്തരം പ്രതിഷേധങ്ങളും ഇത്തരം മുദ്രാവാക്യങ്ങളും ഒക്കെ തന്നെയല്ലേ ഒരു ഫിയർ സൈക്കോസിസിന്റെ കാരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്? അങ്ങനെയാണ് അതിൻ്റെ സ്വല്പ സങ്കീർണമായ ഒരു വിഷയമാണത്. അതായത് ഒരു ജനത, അവിടെ തദ്ദേശീയരായ, ഉദാഹരണത്തിന് ജർമ്മൻ ജനത, തദ്ദേശീയരായ ഒരു വിഭാഗം, അവിടെയൊക്കെ പുറത്തുനിന്ന് സിറിയയിൽ നിന്നാകട്ടെ ഇന്ത്യയിൽ നിന്നാകട്ടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നാകട്ടെ വലിയൊരു വിഭാഗം കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന ആദ്യഘട്ടത്തിൽ സംഭവിക്കുന്നത് വളരെ പ്രായോഗികമാണ്. അവർ അബ്സോർബ് ചെയ്യപ്പെടും, അവരുടെ സിസ്റ്റത്തിൻ്റെ പല മേഖലകളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. രണ്ടാം ഘട്ടത്തിൽ അവിടുത്തെ ചില പുരോഗമന വിഭാഗങ്ങൾ, ഇടത് വിഭാഗങ്ങളെന്ന് വേണമെങ്കിൽ പറയാം, ആ ഇടത് വിഭാഗങ്ങൾ അവർ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും പൗരാവകാശങ്ങൾക്ക് വേണ്ടിയും ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയും എല്ലാം ശബ്ദമുയർത്തുന്ന
പ്രക്ഷോഭകാരികൾ ഉണ്ടാകും. അവർ വലിയ തോതിൽ സമൂഹത്തിൽ സ്വീകരിക്കപ്പെടും. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും വംശീയ വൈവിധ്യം നിലനിർത്തുന്നതിന് വേണ്ടി പ്ലൂറലിസ്റ്റിക് കൾച്ചറിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു. അത് ഒരു ഘട്ടം കഴിയുമ്പോഴാണ് തിരിച്ചടി ഉണ്ടാകുന്നത്, റൈറ്റ് വിങ് റെബല്യൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ റൈറ്റ് വിങ് റെബല്യൻ്റെ ഒരു കാലഘട്ടമാണ്. അതിൻ്റെ തേരിലേറിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലെത്തിയത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മളതിനെ കാണാൻ. ലോകത്താകമാനം മാറി വരുന്ന ഒരു മനസ്സ്. അപ്പോൾ ആ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്നാൽ ഒരു ചെറിയ ഇസ്ലാമോഫോബിയ അവിടെ കാണാം. ഇസ്ലാമോഫോബിയ ഇൻ എ പോസിറ്റീവ് സെൻസ് ആൻഡ് എ നെഗറ്റീവ് സെൻസ്, ഈ രണ്ടുമുണ്ട്. ഒന്ന്, മധ്യപൗരസ്ത്യ പ്രദേശമാണ് ഇതിൻ്റെ എല്ലാം ഹോട്ട് ബെഡ് ഓഫ് ടെറർ എന്ന് പറയുന്നത്. അവിടെ നിന്നും അവരുടെ ആവിഷ്കാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്, ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്, രാജ്യങ്ങൾ പലസ്തീൻ എന്ന ജെനുവിൻ കോസിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ ആ പോരാട്ടങ്ങൾ യഥാർത്ഥത്തിൽ ഗ്ലോബൽ സ്വഭാവം, ആഗോള സ്വഭാവം ആർജിച്ചു കഴിഞ്ഞു. അൽ ഖൈദ ഒരു രാജ്യത്തിൻ്റെയും പ്രോഡക്റ്റ് അല്ല. ഇറ്റ്സ് എ കോൺഫെഡറേഷൻ ഓഫ് ഫൈറ്റേഴ്സ് who are anti-American, anti-Israel all over the world. അത് വടക്കൻ ആഫ്രിക്കയിൽ നിന്നും വെസ്റ്റ് ഏഷ്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഫൈറ്റേഴ്സ്, അമേരിക്ക വിരുദ്ധമായ പ്രതിച്ഛായുള്ള താല്പര്യങ്ങളുള്ളവർ കാണ്ഡഹാറിലും കാബൂളിലും എവിടെയാണോ അവർ ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഒരു നല്ല ഇടം, താവളം, അവിടേക്ക് അവർ സംശീകരിക്കപ്പെടുന്നു. അങ്ങനെയാണ് ISIS ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റായി വരുമ്പോൾ അവിടെ പക്ഷേ ഒരു ഭാഗികമായ ഒരു നിലനിൽപ്പാണ് അവർക്കുള്ളത്. കാരണം അതൊരു സുന്നി അറബ് റാഡിക്കൽ റൈറ്റ് വിങ്, അതാണ് IS. അൽ ഖൈദ പോലെ അല്ല. അപ്പോൾ ISൻ്റെ തിരതള്ളലിൽ തിരസ്കരിക്കപ്പെട്ടത് അറബി ഇസ്ലാം വിഭാഗക്കാർ, സുന്നി ഇസ്ലാമികളല്ലാത്ത ആളുകളും ISന് സ്വീകാര്യരല്ലാത്ത മുസ്ലിങ്ങൾ തന്നെയാണ് അവിടെ പുറന്തള്ളപ്പെട്ടത്, മറ്റ് വംശീയ വിഭാഗങ്ങളല്ല. അതുകൊണ്ട് ഈ സങ്കീർണമായൊരു അവസ്ഥാവിശേഷം, എക്സസ് പോപ്പുലേഷൻ അവിടെ വരുന്നു, വെസ്റ്റ് ഏഷ്യയിൽ വരുന്നു. അവർ പുറന്തള്ളപ്പെടുന്നത് അഭയാർത്ഥികൾ രൂപത്തിലും കുടിയേറ്റക്കാർ രൂപത്തിലും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകുന്നു. അങ്ങനെയാണ് ആ രാജ്യങ്ങളുടെ ഉൾപ്പെടെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറുന്നു. അതൊരു വലിയ വിഷയമായി മാറുമ്പോൾ ആ കൂട്ടപ്പൊരിച്ചിലിൽ ഇന്ത്യയിൽ നിന്നൊക്കെ പോയ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആളുകൾ, അല്ല ചെറിയ കുഴപ്പമുള്ളവർ, പഞ്ചാബിൽ നിന്നൊക്കെ പോയ ചെറിയ വിഭാഗം സർദാർജിമാരാണ്. അവർ ഖലിസ്ഥാൻ്റെ ഒക്കെ യൂണിറ്റുകൾ കാനഡയിലും അമേരിക്കയിലും സ്ഥാപിച്ച് ഇന്ത്യക്ക് കൂടി തലവേദനയാകുമ്പോൾ അത് രാഷ്ട്രാന്തര സ്വഭാവമായി. അതുകൊണ്ട് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി മാറ്റി, എല്ലാ വൈറസിനെയും മാറ്റി ശുദ്ധീകരിച്ചെടുക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ ആ മനോഭാവം മറ്റ് രാജ്യങ്ങളിലേക്കും പടർന്നു പിടിക്കുന്നതുകൊണ്ടാണ് കുടിയിറക്ക വിഷയം നമ്മളിപ്പോൾ സംസാരിക്കേണ്ടി വരും. അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ പോപ്പുലേഷൻ 30 കോടിയിൽ എത്തി നിൽക്കുന്നു. ഒരു തലത്തിൽ പറഞ്ഞാൽ ഒരു ഒപ്റ്റിമൈസേഷൻ ലെവലിലെത്തി എന്നതാണ് അമേരിക്കയുടെ പഠനം. പക്ഷേ കാനഡ പോലുള്ള രാജ്യങ്ങൾ ഇനിയും അവരുടെ ജനസംഖ്യ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓസ്ട്രേലിയ പക്ഷേ അവരും ഇപ്പോൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി. കാരണം നമുക്ക് നേരിട്ടറിയാവുന്ന 1-2 വിഷയങ്ങൾ. കാനഡയിലെ ഇപ്പോൾ ഭൂമിയല്ല, ഈ വാസ സ്ഥലങ്ങളുടെ ലഭ്യത, വീടുകളുടെ കുറവ്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഈ വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുടിയേറ്റക്കാർക്ക് വേണ്ടി അതിൻ്റെയൊക്കെ അഭാവമാണ് അവർ ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താൻ കാരണം. പക്ഷേ അതിനേക്കാളൊക്കെ ഭയാനകമായ മറ്റ് ചില തലമുണ്ട്. വ്യത്യസ്തമായ സംസ്കാരത്തിൽ നിന്ന് വരുന്ന ആളുകൾ അവരുടെ രാജ്യത്തിൻ്റെ സംസ്കാരം മാറ്റിമറിക്കുന്നു എന്ന ഭയം. ഇപ്പോൾ കാനഡയിലെ 1-2 ഞാൻ ഇടയ്ക്കൊക്കെ കാനഡ പോകാറുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കോളേജ് പ്രൊഫസർമാർ ഒരിക്കൽ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മലയാളികൾ അവിടെ വിദ്യാർത്ഥികൾ ചെന്നിട്ട് ഇവർ പഠിക്കത്തില്ല, ക്ലാസ്സിൽ കയറത്തില്ല, ശുദ്ധ ഉഴപ്പമായിട്ട് നടക്കും. പക്ഷേ ഈ കനേഡിയൻസിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് റിക്വസ്റ്റ് ചെയ്താൽ അവർ കേൾക്കും. അവർക്ക് മറ്റുള്ളവരുടെ ഒരു സഹായ അഭ്യർത്ഥന നിരസിക്കാൻ കഴിവില്ല. അവർക്ക് അത്തരം സാഹചര്യങ്ങൾ അവർ വലിയ മാനസിക സമ്മർദ്ദം നേരിടും. ഈ പഠിക്കാതെ ഉഴപ്പി നടക്കുന്ന മലയാളി പിള്ളേർ ഏറ്റവും ഒടുവിൽ മാർക്കിടേണ്ട സമയത്ത് വരുമ്പോഴേക്കും അധ്യാപകൻ്റെ കാലയിൽ പോയി വീണ ഒറ്റ കരച്ചിലാണ്, എൻ്റെ അപ്പനും അമ്മയും നാട്ടിൽ ആത്മഹത്യ ചെയ്യും, ഞാനിവിടെ പരീക്ഷയ്ക്ക് തോറ്റാൽ ആ നിമിഷം തന്നെ ആത്മഹത്യ ചെയ്യും, എന്നെ അത് തളർത്തി കളയും, ഞാനും ഇവിടെ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഭയപ്പെടുത്തും. ഇവർ ഇത്തരം മാനസിക സമ്മർദ്ദം കൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. അങ്ങനെ ബ്രേക്ക് എടുക്കുന്ന ഒരുപാട് അധ്യാപകർ ഇപ്പോൾ കാനഡയിലുണ്ട്. ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെല്ലുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അമേരിക്ക മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ തീരുമാനങ്ങൾ മറ്റ് രാജ്യങ്ങൾക്കും ഈ ഒരു കുടിയേറ്റ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടുകൾക്ക് അവസരമൊരുക്കില്ലേ? ഈ 2 തരം ആളുകൾ ഇന്ത്യയിൽ നിന്നും കുടിയേറും. ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് വെൻ യു ആർ ഇൻ റോം ഡു ആസ് റോമൻസ് ഡു. അതെ, അവർ കാനഡയിൽ ചെന്നാൽ കാനഡയിലെ വെള്ളക്കാരായ അവരെക്കാൾ കാനഡക്കാരായി നടക്കും. സായിപ്പിനേക്കാൾ വലിയ സായിപ്പായി നടക്കുന്ന ആളുകളുണ്ട്. പെട്ടെന്ന് അവർ ജെല്ല് ചെയ്യും. വേറൊരു വിഭാഗം ആളുകൾ
അവരുടെ തനി സ്വത്വം നടപ്പിലും ഉടുപ്പിലുമൊന്നുമല്ല, ആറ്റിറ്റ്യൂഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്വയമോൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഇമോഷണൽ ബ്ലാക്ക്മെയിലിലൂടെ പരമാവധി നേട്ടം കൈവരിക്കാനുള്ള സാഹിബിന് ആ വിളച്ചിൽ അറിയില്ല. ഉള്ളതായിട്ട് പറയുന്ന ആളുകളാണ് ഇവിടെ. പലതും വളച്ചു കെട്ടി പറഞ്ഞ് എങ്ങനെ സാഹിബിനെ അപ്പിലാക്കാം എന്ന ചിന്തയുമായിട്ട് നടക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണല്ലോ കയറുന്നത്. ഞാൻ എൻ്റെ നാക്കുകൊണ്ടെല്ലാം റെഡിയാക്കി എടുക്കും എന്ന രീതിയിലാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പോലും ആകണമെന്നില്ല. പക്ഷേ ഇത് വലിയ, അപ്പം ഈ സായിപ്പിന് വേണ്ടത്, അല്ലെങ്കിൽ സായിപ്പ് മാത്രമല്ല കനേഡിയൻ പൗരന്മാർക്ക്, അത് എല്ലാ വിഭാഗക്കാരും ഉണ്ട്, വെള്ളക്കാർ മാത്രമല്ല, കടന്നു കയറി പോകുന്ന ഇപ്പോൾ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ പോകുന്നവർക്ക് ഒന്നും വേണ്ട ഒരു കൃത്യമായ ഗൈഡൻസ്, അവർക്ക് വേണ്ട ഒരു കൗൺസിലിംഗ് ഒന്നും ഇവിടുന്ന് കൊടുക്കാറില്ല. ബിസിനസ്, ഇത് ബിസിനസ് അല്ലേ? ഏറ്റവും നല്ല ആദായം ഉണ്ടാകുന്ന ബിസിനസ്സാണ് വിദ്യാർത്ഥികളെ കയറ്റുമതി ചെയ്യുന്നത്. കയറ്റുമതി ചെയ്യുന്നത് ഇറക്കുമതി ചെയ്യപ്പെടുന്ന രാജ്യം, ഇറക്കുമതി ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളൂ. കാനഡയിൽ ചെന്ന് പഠിക്കാൻ, കാനഡയാകട്ടെ, ഓസ്ട്രേലിയ ആകട്ടെ, അമേരിക്ക ആകട്ടെ, അവിടെയൊക്കെ രണ്ടാം നിര മൂന്നാം നിര യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഒന്നാം നിര യൂണിവേഴ്സിറ്റിയിൽ നേരായ രീതിയിലാണ്. രണ്ടാം നിര മൂന്നാം നിര യൂണിവേഴ്സിറ്റികളിൽ വലിയ തോതിൽ ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് അത് മെച്ചമാണ്. കാരണം തദ്ദേശീയരെ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ഫീസ് വാങ്ങിക്കൊണ്ടാണ്, 3 ഇരട്ടി ഫീസ് വാങ്ങിക്കൊണ്ടാണ് ഇവരെ. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്, വിദേശ നാണ്യം അവർക്ക് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള മൈഗ്രൻ്റ് വിദ്യാർത്ഥികളാണ്. അവരുടെ എല്ലാം ആഗ്രഹം ഒരാൾ പോലും പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വരണമെന്നല്ലല്ലോ ആഗ്രഹം. പരമാവധി പഠിക്കുക, റിസർച്ച് ചെയ്യുക, തുടരാൻ അവസരം കണ്ടെത്തുക, ജോലിയിലേക്ക് പ്രവേശിക്കുക, അവിടെ തന്നെ ഒരു ഇടം കണ്ടെത്തുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു വിദേശ രാജ്യത്തേക്ക് പോവുക. കനേഡിയൻ സ്റ്റുഡന്റ് വിസയിലെത്തിയാൽ അമേരിക്കൻ വിസിറ്റ് വിസ കിട്ടും. അമേരിക്കയിലേക്ക് നേരെ ചാടി അവിടെ അനധികൃതമായി താമസിച്ച് ഏതെങ്കിലും വിധത്തിൽ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് പിന്നീട് ഒരു ഗ്രീൻ കാർഡൊക്കെ ഒപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അവർ. ഇതൊരു ഇന്ത്യൻ മൈൻഡ് സെറ്റ് ഉണ്ട്, വലിയൊരു ഇന്ത്യൻ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മണി കൺവേർഷനാണ്. ഇതായത് ഈ ഒരു കനേഡിയൻ ഡോളർ എത്ര രൂപയാണ്? ഒരു അമേരിക്കൻ ഡോളർ, US ഡോളർ എന്ന് പറഞ്ഞാൽ 87 രൂപയാണ്. ഈ 87 രൂപയുടെ കണക്കാണ് മനസ്സിൽ തിളച്ചു നിൽക്കുന്നത്. കാരണം ഒരു പ്രായപൂർത്തിയായതിനു ശേഷം അമേരിക്കയിലേക്കും കാനഡയിലേക്കും പോകുന്നവരുടെ ഒരു മനോഭാവമാണ്. അവിടെ ജനിച്ച് വളർന്നവർക്ക് ഈ മനോഭാവം ആകണമെന്നില്ല. 2ാം തലമുറ 3ാം തലമുറക്ക് അങ്ങനെ ആകണമെന്നില്ല. അവരവിടെ ഒരു മണിക്കൂർ ജോലി ചെയ്യുന്നത് നിശ്ചിത വരുമാനം, ഡോളർ ടേംസിൽ അവർ റുപ്പിയിൽ കണക്ക് കൂട്ടുമ്പോൾ വലിയ വരുമാനമാണ്. അത് റെസിസ്റ്റ് ചെയ്യാനാവാത്തൊരു മനോഭാവത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. അങ്ങനെയാണ് ബേബി സിറ്റേഴ്സ്, അതുപോലെ പ്രായമായ ആളുകളെ നോക്കുന്നവർ, കെയർ ഗിവേഴ്സ്, ഇതൊരു അനന്തമായ സാധ്യതയാണ്. അപ്പോൾ അവരുടെ ജാതകമൊന്നും നോക്കിയിട്ടല്ല പലപ്പോഴും. കെയർ ഗിവേഴ്സിന്റെ കാര്യത്തിൽ ബ്രിട്ടൻ കർശനമായ നടപടികൾ ഇന്നലെ ഒരു വാർത്തയുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്യാപ്റ്റീവ് മാർക്കറ്റാണ്. വിദ്യാർത്ഥികളായി പോകുന്ന പലരും യൂണിവേഴ്സിറ്റിയിൽ 20 മണിക്കൂർ ആഴ്ചയിൽ ജോലി ചെയ്യാൻ നിയമപരമായി അനുവാദമുണ്ട്. അതിന് പുറമെ എക്സസ് മണി അതിനുവേണ്ടി ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജോലികളിലേക്ക് വ്യാപരിക്കുകയാണ്. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ, ജോലി സാധ്യതയുണ്ട്. അവിടെ എല്ലാം നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത തരത്തിലുള്ള ജോലി സാധ്യതകളുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തി ഫർദർ സ്റ്റഡീസിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അതിനുശേഷവും നിലനിൽക്കാനാവാതെ വരുമ്പോൾ അവർ അനധികൃതരായി മാറുകയാണ്. അവരുടെ വിസ കാലാവധി അവസാനിച്ചു, അവർക്ക് പുതിയ പെർമിറ്റ് കിട്ടിയില്ല, അനധികൃതരാണ്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടി. ട്രംപിൻ്റെ അഭിപ്രായത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വർഷങ്ങളായി ചെയ്തിരുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ, കാലിഫോർണിയ, ന്യൂയോർക്ക് പോലെയുള്ള ഡെമോക്രാറ്റിക് ശക്തി കേന്ദ്രങ്ങളിൽ ഈ ആളുകളെ ഏതെങ്കിലും വിധത്തിലൊക്കെ റെഗുലറൈസ് ചെയ്ത് ആത്യന്തികമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ടേഴ്സാക്കി. മാനുഷിക പരിഗണന, അമേരിക്ക ഒരു ഫ്രീ വേൾഡ് ആണല്ലോ, മാനുഷിക പരിഗണന, ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് എനിക്ക് പുല്ലുവിലയാണ്, ജെൻഡർ എന്ന് പറയുന്നത് 2 ഉള്ളൂ, എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെയും ഞാൻ തച്ചൊടക്കും. ട്രംപ് കൃത്യമായൊരു സന്ദേശമാണ് ഇപ്പോൾ ലോകത്തിന് നൽകുന്നത്. അനധികൃത കുടിയേറ്റക്കാർ ഇനി അമേരിക്കയ്ക്ക് വേണ്ട. ഈ ഒരു കയ്യാമത്തിലും വിലകിലും ഒക്കെ നൽകുന്ന സന്ദേശം അത് തന്നെയല്ലേ? സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുന്നു അമേരിക്ക. മെൽറ്റിംഗ് പോട്ട് എന്നാണല്ലോ പറയുക. അമേരിക്ക എന്നുള്ള എല്ലാ വിഭാഗം ആളുകളും വന്ന് മെൽറ്റ് ചെയ്ത് അവർ ഒന്നായി മാറുന്നു. മെൽറ്റ് ചെയ്ത് കുടം തന്നെ തീയിൽ പതിക്കുന്ന അവസ്ഥ വരുന്നത് ഒഴിവാക്കണം. കുടമായി നിൽക്കണം. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ മെൽറ്റ് ചെയ്യാനാവില്ല എന്ന ട്രംപിൻ്റെ ഒരു ചിന്തയാണ് ഈ രൂപത്തിൽ എത്തിച്ചത്. മറ്റ് രാജ്യങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു, ഇത് ഏറ്റെടുക്കുന്നു. ട്രംപ് വരയ്ക്കുന്ന വരയിൽ ആദ്യമൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ പോകാൻ വെമ്പുന്ന മനസ്സ് എല്ലാ രാജ്യങ്ങളും, മിക്ക രാജ്യങ്ങളും കാണുന്നു. അതൊരു ഭൂരിപക്ഷമായി കഴിയുമ്പോൾ ലോക ചരിത്രം തന്നെ. പക്ഷേ ഇതിനെ ഒരു വികാരമായി റൈറ്റ് വിങ് അങ്ങ് പറഞ്ഞതുപോലെ മിക്ക രാജ്യങ്ങളിലും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ബ്രിട്ടൻ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക്
കാനഡയിലേക്കൊക്കെ ഈ റൈറ്റ് വിങ് ഒരു കൊടുങ്കാറ്റായി ആഞ്ഞു വീശുകയും ഇനി കുടിയേറ്റക്കാരെ വേണ്ട എന്നൊരു നയ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്യുന്ന ഒരു ഭയാനകമായ സ്ഥിതിവിശേഷം ഉണ്ടാകുമോ? കുടിയേറ്റക്കാരെ വേണ്ട എന്ന് പറഞ്ഞാൽ നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, ഡെൻമാർക്ക് രാജ്യങ്ങളായിരിക്കും ആദ്യം താഴെ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നല്ല പെർ ക്യാപിറ്റ ഇൻകമാണ്, കാരണം ആളുകൾ കുറവാണ്. അതുകൊണ്ട് ദേശീയ വിഭവത്തെ ആളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ വലിയ തുകയാണ് പെർ ക്യാപിറ്റ. പക്ഷേ അവിടെ ബർത്ത് റേറ്റ് വളരെ കുറവാണ്, വിവാഹങ്ങളില്ല, മതമില്ല. അവിടുത്തെ പള്ളികളെല്ലാം ജപ്പാനിലും ഇതേ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ വികസനത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു നിൽക്കുന്ന സ്കാൻഡിനേവിയ പോലെയുള്ള ഇടങ്ങളിൽ വിദേശത്ത് നിന്ന് ആരെങ്കിലും കുടിയേറി എത്തിയെങ്കിൽ മാത്രമേ അവിടുത്തെ ദൈനംദിന ഫംഗ്ഷനിങ് ഓഫ് ദ കൺട്രി കാനഡ പോലുള്ള രാജ്യങ്ങളിലും ഇപ്പോൾ ജനനിരക്ക് വളരെ കുറവാണ്. അവിടെ ഈ കുടിയേറ്റക്കാരിലാണ് ജനനിരക്ക് കൂടുതൽ, തദ്ദേശീയരിലില്ല. അവിടെ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് വളരെ കുറവാണ്. വിദേശത്ത് നിന്ന് കുടിയേറി വരുന്ന പ്രത്യേക വിഭാഗങ്ങളുടെ വളരെ കൂടുതൽ പ്രോളിഫറേഷനാണ്, വലിയ കുതിച്ചുചാട്ടമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കാലത്ത് കാനഡ വെള്ളക്കാർ ന്യൂനപക്ഷമാകുന്ന ഒരു രാജ്യമായി മാറുമോ എന്നൊരു ചിന്തയുണ്ട്. അത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അനധിവിദൂര ഭാവിയിൽ സംഭവിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇതിനൊക്കെ അവിടുത്തെ വെള്ളക്കാരായ ആളുകൾ അവർ വംശീയമായി ചിന്തിക്കുന്നവരല്ല, ഒരു വലിയ ഭാഗം വംശീയമായി ചിന്തിക്കുന്നതല്ല എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അവരുടെ സംസ്കാരം തന്നെ അട്ടിമറിക്കപ്പെടുന്നു. ബ്രിട്ടൻ ഒരു വെള്ളക്കാരി അല്ലാത്ത ക്വീൻ ഉണ്ടാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു. പ്രൈം മിനിസ്റ്റർ ഉണ്ടായി, ഋഷി സുനാക് എന്ന പ്രൈം മിനിസ്റ്റർ ഉണ്ടായി. അമേരിക്കയ്ക്ക് വെള്ളക്കാരനല്ലാത്ത ഒരു പ്രസിഡന്റ് ഉണ്ടായി, ബറാക് ഒബാമ ഉണ്ടായി. അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് പദത്തിലേക്ക് ഒരു ഇന്ത്യൻ വംശജ വളരെ അടുത്ത് വരെ എത്തി. അപ്പോൾ ആ സ്റ്റേജ് വരെയായി, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ക്വീൻ ഉൾപ്പെടെ, റോയൽ ഫാമിലി ഉൾപ്പെടെ റോയൽ ഫാമിലിയിലേക്ക് വെള്ളക്കാരല്ലാത്തവർ കടന്നു വന്നു വിവാഹബന്ധത്തിലൂടെ. അപ്പോൾ ഇതെല്ലാം തന്നെ മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങളോട് എത്രത്തോളം ഒരു പരിധിവരെ പൊരുത്തപ്പെടും, എത്രത്തോളം വെസ്റ്റേൺ വേൾഡിലെ പരമ്പരാഗത ചിന്താഗതിയുള്ളവർ പൊരുത്തപ്പെടുമെന്നതാണ് ഇവിടുത്തെ വലിയ ചോദ്യം. നമ്മൾ രാഷ്ട്രീയം പറയുകയല്ലേ, ഇപ്പോൾ മോദിയെയും ട്രംപിനെയും ഒക്കെ ചീത്ത വിളിക്കുന്ന ഇന്ത്യക്കാർ ഒരു കാര്യം ഓർക്കേണ്ടതല്ലേ, ഈ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒക്കെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയും വലിയ തോതിൽ ഇന്ത്യക്കാരെ ആ രാജ്യങ്ങളിലേക്ക് ഒരു കാലത്ത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കൽ നടപടി, അതിനെ ഇത്ര നിശ്ചിതമായി നമ്മൾ വിമർശിക്കേണ്ടതില്ലല്ലോ. മറുവശത്ത് UAE അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ എത്രയോ കാലമായി നമ്മൾ മലയാളികൾ അവിടെ ജോലിക്കായി പോകുന്നു. അവിടെ തികച്ചും അഭയാർത്ഥികളെ പോലെ കരുതുന്നു. ഒരു കാരണവശാലും അവരവിടെ നമുക്കൊരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് റെസിഡൻറ്റ് ആയി അവർ പരിഗണിക്കുന്നില്ല. ഇപ്പോൾ ഒരു വീടൊക്കെ വാങ്ങാനുള്ള ഒരു പ്രൊവിഷൻ ചില ഗൾഫ് രാജ്യങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിലും എത്രയോ കർശന വ്യവസ്ഥകളാണ് ആ രാജ്യങ്ങൾ പുലർത്തിയിരുന്നത്. അതിനെയൊന്നും വിമർശിക്കാതെ അമേരിക്കയിലെ ട്രംപിനെ ഇത്രയധികം ചീത്ത വിളിക്കേണ്ടതുണ്ടോ? ഇതൊരു ഇരട്ടത്താപ്പായി നമുക്ക് തീർച്ചയായും പറയാം. ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ മിക്കയിടത്തും അവിടെ പൗരത്വം ലഭിക്കില്ല. എത്ര വർഷം അവിടെ ജോലി ചെയ്താലും എത്രയെല്ലാം യോഗ്യതകൾ ഉണ്ടായെങ്കിലും അവിടെ പൗരത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ പൗരൻ എന്നല്ല പറയുക, പ്രജ എന്നാണ് അവിടെ പറയുക. കാരണം UAE-യിൽ പൗരനല്ല, പ്രജയാണ്. കാരണം രാജഭരണം കുവൈറ്റിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും ഈജിപ്തിൽ പൗരത്വം എന്ന് പറയാം. കാരണം പൗരൻ എന്ന് പറയുന്നത് തന്നെ ഒരു റിപ്പബ്ലിക്കിൻ്റെ ഒരു സ്വഭാവമാണല്ലോ പൗരൻ. അല്ല എങ്കിൽ രാജഭരണമാണെങ്കിൽ പ്രജ. ബ്രിട്ടീഷ് സിറ്റിസൺ എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് പറയാമെങ്കിലും അത് പൗരൻ എന്ന് പറയുന്നത് പ്രജയാണ്. രാജഭരണം അത് പരിമിതമായ രാജഭരണമാണ്. അപ്പം ആ ഒരു നോമൻക്ലേച്ചർ അവിടെ ശ്രദ്ധിക്കണം. ഇവിടെ അറബി ലോകത്ത് ഇല്ലാത്ത ഒരു കാര്യമാണ് അമേരിക്കയിൽ. കാരണം അമേരിക്ക തന്നെ കുടിയേറ്റ രാജ്യമാണ്, എല്ലാവരും തന്നെ കുടിയേറ്റക്കാരാണ്. അതുകൊണ്ട് ലേറ്റർ മൈഗ്രൻസ് എന്ന ഗണത്തിൽ തന്നെയാണ് കനേഡിയൻസ്, അമേരിക്കൻസ് ആൻഡ് ഓസ്ട്രേലിയൻസ്, ന്യൂസിലൻഡേഴ്സ് അവർ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും കുടിയേറി വരുന്നവരെ കാണുന്നത്. പക്ഷേ അവിടെയും അവർക്കായി ഒരു പ്രത്യേക വിഭാഗക്കാർക്കായി സൃഷ്ടിച്ച ഒരു രാജ്യത്തിൻ്റെ അവകാശികളായി മറ്റൊരു വംശീയ വിഭാഗം വന്ന് പടർന്ന് പന്തലിക്കുകയും അവർ ഹാർഡ് വർക്കിംഗ് ആണ്. ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്വാതന്ത്ര്യവും തുല്യ പൗരത്വവും നൽകുന്നു. അവർ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന നഴ്സുമാർ ഒരുപക്ഷെ ഓവർ ടൈം ജോലി ചെയ്യും. അപ്പോൾ അങ്ങനെ വെള്ളക്കാരായ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ഭയാശങ്കയുണ്ട്. അത് ഈ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കെ കുടിയേറ്റ വിരുദ്ധ ഒരു റെട്ടറിക് ഈ ഒരു സമീപ ഭാവിയിലെങ്കിലും ഉണ്ടാകും. പക്ഷെ ആത്യന്തികമായി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഈ രാജ്യങ്ങൾക്ക് വികസിക്കണമെങ്കിൽ മാൻ പവർ ആവശ്യമുണ്ട്. ഓസ്ട്രേലിയ മാൻ പവർ ആഗ്രഹിക്കുന്ന രാജ്യമാണ്.
അവിടെ വെള്ളക്കാരായ ആളുകൾ ഇനി എത്താനുള്ള സാധ്യതയില്ല. അപ്പോൾ പിന്നെ ചൈനീസ്, ഇന്ത്യൻ വംശജരാണ്, അല്ലെങ്കിൽ ആഫ്രിക്കൻ, അറബ് വംശജരാണ് അവിടെ എത്തേണ്ടത്. അത് തന്നെയാണ് കാനഡയുടെയും അവസ്ഥ. അതുകൊണ്ട് ഇതൊരു പാസിംഗ് ഫേസായി വേണമെങ്കിൽ കരുതാം, ഒരു സ്റ്റെബിലൈസേഷൻ ഡ്രൈവാണ്. പക്ഷേ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി അവരാഗ്രഹിക്കുന്ന വിഭാഗങ്ങളെ എത്തിക്കാനുള്ള ശ്രമമായിരിക്കാം ഇനി നടക്കുന്നത്. തീർച്ചയായിട്ടും. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നന്ദി, നമസ്കാരം.